ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാ ഏട്ടനും അനിയനും കൂടി നല്ല കളിയാണ്. അപ്പോൾ നല്ല സ്നേഹമൊക്കെ തന്നെയാണ്. ഇടയ്ക്ക് ഓരോന്ന് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഇന്ന് ഇക്ക വീട്ടിലുണ്ട് കേട്ടോ. ഇക്ക പോയിട്ടില്ല. അപ്പോൾ ഇക്കുള്ള ദിവസം തന്നെ രണ്ടുപേരും നേരത്തെ ഉണരും കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. മൂത്താളും ഉണരും, ചെറിയ ആളും ഉണരും. അപ്പോൾ ഇതാ രാവിലെ തന്നെ 3 പേരും കൂടി നല്ല ഇതിലാണ്. പിന്നെ ഇപ്പോൾ എന്തായാലും എനിക്ക് അടുക്കളയിൽ പണികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ 2 പേരും ഇവിടെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതിന് ഇങ്ങനെ നെഞ്ചിൽ കിടത്താറ്, പക്ഷേ ഇവൻ വേഗം കയറി കിടന്നു കേട്ടോ. അവനെ കിടത്തേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഓരോ സ്വഭാവമൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. മാഷാ അല്ലാ അൽഹംദുലില്ലാ റാഹത്താണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം അല്ലേ. അപ്പോൾ അതാ രാവിലെ ഞാൻ പിന്നെ നേരെ പോയിട്ട് നമുക്ക് രാവിലെ കഷായം കുടിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുളികയാണ് കേട്ടോ, ദാനന്തരം ഗുളിക. അപ്പോൾ എന്താ പറയുക, ഞാൻ ആദ്യമൊന്നും ഡെലിവറി കഴിഞ്ഞ സമയത്തൊന്നും കുറേ ദിവസം ഹോസ്പിറ്റലായിരുന്നു. പിന്നെ വന്നിട്ടൊന്നും കുടിക്കാൻ തുടങ്ങിയിരുന്നില്ല. അപ്പോൾ അതാ ഈ കഷായമാണ് കേട്ടോ കുടിക്കുന്നത്, ദാനന്തരം കഷായം. അപ്പോൾ ഇത് 2ാമത്തെ കഷായമാണ്. അപ്പോൾ ഇത് എന്താ പറയുക, 2 ബോട്ടിൽ ആദ്യം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു വേറെ കഷായമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കഷായ അരിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ ഒന്നിച്ച് വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ആദ്യം 14 ദിവസം കുടിച്ചത് ഇതാ ഈ നാടി കഷായമായിരുന്നു കേട്ടോ. അതിൽ ഇതേപോലെ ഈ ദാനന്തരം ഗുളിക പൊടിച്ചിട്ടിട്ടാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ വൈകുന്നേരത്തും വെറും വയറ്റിലായിട്ട്. പിന്നെ അതിന് ശേഷം അത് 14 ദിവസം കുടിച്ചതിന് ശേഷമാണ് ഇത് കുടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ബാലൻസ് ഉണ്ട്, ഞാൻ 2 ദിവസം കുടിക്കാൻ മറന്നത്, അങ്ങനെ വെച്ചതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ കുടിക്കുന്നത് ഇതാ ഈ ദാനന്തരം കഷായമാണ് കേട്ടോ. ഇതിലും ഗുളിക പൊടിച്ചിട്ടിട്ടാണ് രാവിലെയും വൈകിട്ടും കുടിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇതാ പുളിയും കുഴമ്പും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ആദ്യത്തെ ഒരു ബോട്ടിൽ കുടിക്കണത് ഈ നാടി കഷായത്തിലായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ തന്നത് ഇതാ അരിഷ്ടത്തിലാണ് കുടിക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് അരിഷ്ടം, ദശമൂല അരിഷ്ടം, പിന്നെ ജീരക അരിഷ്ടം ഉണ്ട് കേട്ടോ. ഞാനിത് എപ്പോഴെങ്കിലുമൊക്കെ കുടിക്കുള്ളൂ കേട്ടോ, കാരണം എനിക്ക് ഓർമ്മയുണ്ടാവില്ല. പിന്നെ കഷായമാണെങ്കിൽ അതൊട്ട് ചിലപ്പോൾ രാവിലെ കുടിച്ചാൽ വൈകിട്ട് മറക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ജീരക അരിഷ്ടം, അപ്പോൾ കുടിക്കാൻ നല്ല ടേസ്റ്റിന് കേട്ടോ. കുറച്ചും കൂടി ടേസ്റ്റ് തോന്നി ജീരക അരിഷ്ടമാണ്. കഷായം പിന്നെ കയ്പ്പല്ലേ ഉണ്ടാവുക, എന്നാലും കുഴപ്പമില്ല, കുടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ മരുന്നുകളോടൊന്നും അത്ര ഇഷ്ടമില്ല. പിന്നെ ആരോഗ്യത്തിൻ്റെ ആലോചിച്ചിട്ട് കുടിക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ദോശ ഉണ്ടാക്കണം. അപ്പോൾ ഗോതമ്പ് ദോശയാണ്. എന്നും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം വിചാരിക്കും. ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് വന്നതാണ്, പക്ഷേ സമയമില്ലാത്ത കാരണം കൊണ്ട് പിന്നെ അത് ഗോതമ്പ് ദോശ ആക്കിയിട്ടോ. അങ്ങനെ വേഗം തന്നെ, കാരണം അവരെ കളിയുടെ ടൈം കഴിയുമ്പോഴേക്കും വേഗം പണികളൊക്കെ കഴിക്കണം എന്നുള്ളൊരിതാട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ കുറച്ച് പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഉച്ചയ്ക്ക് ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് കഷ്ണങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ തട്ടിക്കൂട്ടിയിട്ട് വേഗം തന്നെ കറി വയ്ക്കുകയാണ്. ഫുഡിൻ്റെ പരിപാടി വേഗം അങ്ങോട്ട് നോക്കൂ കേട്ടോ, കാരണം ചെറുതിൻ്റെ ഉറക്കമൊക്കെ കഴിയുമ്പോഴേക്കിനും പിന്നെ ഇക്കുള്ള കാരണം കൊണ്ട് തന്നെ മീൻ വേഗം നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ മീൻ ഉണ്ടായിരുന്നതാണ് അയില. അപ്പോൾ അത് വേഗം നന്നാക്കിയപ്പോൾ അതും കൂടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ഭക്ഷണം, ചോറൊക്കെ പിന്നെ ഉമ്മ വയ്ക്കും. അപ്പോൾ കറി, മീൻ വറുത്തത് അങ്ങനെയുള്ളതൊക്കെ വേഗം ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്രയും പണി കഴിഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അത് അതിൻ്റെ ഇടയ്ക്ക് കറിയും കൂടെ ആയിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും കൂടെ കൂട്ടിയിട്ട് തേങ്ങ അരച്ചിട്ടൊരു കറി വെച്ചു കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഇട്ടിട്ടില്ല, അതിന് മാത്രമൊന്നും ഇല്ല. സാധാരണ നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് കുറച്ച് പുളിയൊക്കെ ഇട്ട് പിന്നെ അതുപോലെ തന്നെ തേങ്ങ ഒക്കെ അരച്ചൊഴിച്ച് കടുകൊക്കെ ഇട്ട് ഇതാക്കിയിട്ടതാണ് കേട്ടോ. അങ്ങനെ ഒരു തട്ടിക്കൂട്ടി കറിയും കൂടി ഉണ്ടാക്കുന്നത്. പിന്നെ കടുക് വറുക്കുന്നതിൻ്റെ കൂടെ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ അതിന് ശേഷം ഇതാ നമുക്ക് അടിപൊളി ഒരു ഗിഫ്റ്റ്, ഇക്കാൻ്റെ ഭാഗം ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തമ്മനയിൽ കൊടുത്ത പോലെ തന്നെ എന്താ പറയുക, ഡെലിവറിക്ക് ശേഷമുള്ള ഇക്കാൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഭയങ്കര തിരക്കും പിടിച്ച സമയമൊക്കെ ആണല്ലോ. അപ്പോൾ ഇക്ക എന്താ പറയുക എനിക്ക് വാങ്ങി തന്നതാണ് കേട്ടോ നമ്മുടെ വാഷിംഗ് മെഷീന്. ഇനിയിപ്പോൾ തിരുമ്പാൻ ഇപ്പോൾ ഒന്നാമത്തത് എനിക്ക് വയ്യ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് സമയമായിട്ടൊന്നുമില്ല, 90 ആയിട്ടില്ലല്ലോ. എന്നാലും ഞാൻ തന്നെ ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. ഉമ്മയാണ് ആദ്യമൊക്കെ ചെയ്തെന്നുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ എപ്പോഴും ഉമ്മാനെ ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, അത്യാവശ്യം വയസ്സൊക്കെ ഉണ്ടല്ലോ, എന്നാലും ഉമ്മ കഴിയുമ്പോഴേക്കൊക്കെ ചെയ്തു തരും കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ അല്ലെങ്കിൽ ഇക്ക ചെയ്യണം. അപ്പോൾ എന്തായാലും എന്തോന്ന് അത്യാവശ്യമാണ് പറഞ്ഞിട്ട് വാങ്ങി തന്നതാണ് കേട്ടോ. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രതീക്ഷിക്കാതെയാണ് വന്നത്. ഒരു
തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ കൊണ്ടുവരുന്നത്. അപ്പോൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ആ ഒരു 8:30-9 മണി ആ സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കവിൻ്റെ ഇവിടെയുള്ള കാരണം കൊണ്ട് തന്നെ ഇക്ക ഒക്കെ സെറ്റ് ചെയ്ത് തരാനും ഒക്കെ ഭയങ്കര എളുപ്പമാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് ഓട്ടോമാറ്റിക്കലി വാങ്ങണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അത് എന്താ പറയുക പെട്ടെന്ന് നാശമാവും, പിന്നെ തുണി ചളികളൊന്നും അത്ര പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തന്നെ വാങ്ങി. ഇവിടെ താത്താൻ്റെ വീട്ടിലും തന്നെയാണ് ഇട്ടുള്ളത്, അങ്ങനത്തെ ടൈപ്പ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്താ പറയുക സെറ്റ് ചെയ്യേണ്ട ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന കാരണം കൊണ്ട് പിന്നെ അവിടെ സെറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. വേറെ ഒന്നും ഇതൊന്നും ഇതാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, ഒക്കെ അങ്ങോട്ട് വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഫസ്റ്റത്തെ അലക്കലും കൂടി തുടങ്ങിയിട്ടുണ്ട്. ബ്ലാങ്കറ്റിനായിരുന്നു നല്ല അത്യാവശ്യം നല്ല ചളിയുണ്ട്. കാരണം മോന് പുറത്തേക്ക് ഇറങ്ങാൻ ചവിട്ടുക വരിക കയറുക അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഇപ്പോൾ അവന്. അപ്പോൾ അത് കാരണം നല്ല ചളിയുണ്ട്. അപ്പോൾ അതൊക്കെ അലക്കാനിട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ലേഹ്യം കഴിക്കാൻ കേട്ടോ. ഇത് നമ്മുടെ ഉള്ളി ലേഹ്യമാണ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കിയതാണ്, ഉമ്മ ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞു, ലാസ്റ്റാണ് കേട്ടോ. ഞാൻ കുറച്ചായിട്ട് അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഓരോന്നും കുറച്ചായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ പൂക്കുല ഉണ്ടാക്കണം, പിന്നെ എന്താ പറയുക ഉലുവ ലേഹ്യം അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഉണ്ടാക്കിയിട്ട് ഓരോന്നായിട്ട് 90 ആകുമ്പോഴേക്കും കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് പോവാണ് കേട്ടോ. പുറത്ത് പോകാൻ നമ്മുടെ ന്യൂ ബേബിക്ക് ഗോൾഡ് എടുക്കാൻ വേണ്ടി പോവാണ്. ഗോൾഡ് പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും നമ്മളെ കൊണ്ടാവുന്ന തരത്തിൽ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ മോനും മക്കളും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിതാ റെഡി ആയിട്ട് ഞാനിപ്പോൾ ബാക്കിലാണ് കേട്ടോ അവനെ കൊണ്ടിരിക്കുക. അപ്പോൾ ഫ്രണ്ടിൽ മോനായിരിക്കാറ്. അപ്പോൾ ഞാൻ ബാക്കിലിരിക്കുന്നുണ്ടപ്പോൾ അവനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതാ സന ഗോൾഡിലേക്കാണ് കേട്ടോ പോകുന്നത്, കൂറ്റനാടുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ അതിലേക്ക് തന്നെ പോവാറ്. അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ തന്നെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോന് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അളവൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. മൂത്താൾക്ക് നമ്മൾ എടുക്കുന്നത് വെള്ളിയാണ് കേട്ടോ. കാരണം നമുക്ക് എന്താ പറയുക നമ്മുടെ ഇതിൽ 2 വയസ്സ് കഴിഞ്ഞാൽ ഗോൾഡ് ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അവന് 2 വയസ്സൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അവന് വെള്ളി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവനിതാ വെള്ളിയുടെ കൈ ചെയിനും പിന്നെ മാറി എടുക്കുകയാണ് കേട്ടോ. കൈ ചെയിൻ ഉണ്ടായിരുന്നു, അതെവിടെ മിസ്സായിപ്പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവൻ മൂത്താൾ നല്ല ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വെളിച്ചതൊക്കെ കണ്ടപ്പോൾ ഉറങ്ങുന്ന ആൾ ഉണരും ചെയ്തു കേട്ടോ. മറ്റാൾ വണ്ടിയിൽ നിന്നപ്പോൾ അങ്ങനെ ഉറങ്ങുകയും ചെയ്തു. ഇപ്പോൾ നല്ല കളിയിലാണ്. അങ്ങനെ അവന് അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവന് എടുക്കുന്നത് നമ്മളൊരു കൈ ചെയിന്, പിന്നെ ഒരു വളയും പിന്നെ അരയ്ക്കാണ് കേട്ടോ എടുക്കുന്നത്. അരയ്ക്ക് വെള്ളിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗോൾഡൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഒക്കെ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ഹോസ്പിറ്റലൊക്കെ ഇതായ കാരണം കൊണ്ട് കുറേ പൈസയൊക്കെ അങ്ങനെ ചിലവായിട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും പറ്റുന്ന പോലെ എടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളിയുടെ അരഞ്ഞാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് എന്താ പറയുക ആൺകുട്ടികൾ ഇടുന്നതല്ല പെൺകുട്ടികൾ ഇടുന്നതാണെന്ന് വീട്ടിലെത്തി പറഞ്ഞിട്ടോ. കാരണം ഞങ്ങൾക്ക് അറിയണതിൽ ഇക്കാവൊക്കെ അറിയണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയപ്പോൾ ഉമ്മയും താത്തയാണ് പറഞ്ഞത് അത് പെൺകുട്ടികൾ ഇടുന്നതാണെന്ന്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത് കൊണ്ടുപോയി മാറ്റിക്കണം. അപ്പോൾ കൈ ചെയിനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക മറ്റാൾക്ക് പിന്നെ അവിടെ നിന്ന് തന്നെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുവന്നത്. അങ്ങനെ ഇതാണ് നമ്മുടെ ബേബിക്ക് എടുത്ത കൈ ചെയിൻ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളതൊന്ന് കമൻസ് അയക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞു വെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇടാൻ പാകത്തിന് ഇൻഷാ അല്ലാഹ് ഇതാകുമ്പോൾ എന്തായാലും മാറ്റിയിട്ട് കൊടുക്കണം. പിന്നെ അതാണ് എടുത്തത്. ഇനിയിപ്പോൾ എന്തായാലും ഇത് കൊണ്ടുപോയിട്ട് മാറ്റിച്ചിട്ട് ആൺകുട്ടികൾക്ക് ഇടുന്നത് എടുത്തിട്ട് വരണം കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരത്ത് പുറത്ത് പോവാണ് കേട്ടോ. അതായത് പിറ്റേ ദിവസം നമ്മുടെ കൂറ്റനാട് നേർച്ചയായിരുന്നു. അപ്പോൾ തലേ ദിവസം ജസ്റ്റ് ഒന്ന് വണ്ടിയിലൊന്ന് പോയിട്ടൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ഇപ്രാവശ്യം നല്ല ഗംഭീരമായിട്ടുള്ള നേർച്ചയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല അലങ്കരിച്ചിട്ടും നല്ല അടിപൊളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നേരത്തെ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും ഉമ്മയും താത്തൻ്റെ മോളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്തൊക്കെ പോയിട്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് വണ്ടിയിൽ തന്നെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ആർപ്പനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ട് എന്നിട്ട് അങ്ങനെ തിരിച്ചിട്ട് വേഗം വരികയും ചെയ്തിട്ടോ. കാരണം മഞ്ഞ് ഉണ്ടല്ലോ. അപ്പോൾ മഞ്ഞൊക്കെ കൊള്ളുന്നതിന് മുന്നേ മഞ്ഞിറങ്ങുന്നതിൻ്റെ മുന്നേ വേഗം വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ. അപ്പോൾ ആനച്ചമയങ്ങളും ഒക്കെ ഇങ്ങനെ വഴിയിൽ അങ്ങനെ ഓരോ ടീമിൻ്റെ ഇങ്ങനെ ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റേജ് കെട്ടിയിട്ട് എത്ര ആനയായിട്ടുള്ള വെച്ചാൽ അവരുടെയൊക്കെ ചമയങ്ങൾ. അതുപോലെ അറുപനത് ഞങ്ങളവിടെ നിർത്തിയിട്ട് കുറച്ച് നേരം നിന്നിട്ട് കണ്ടിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടെ ആനച്ചമയമൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ വന്നിട്ട് ഇവിടെ പള്ളിയുടെ അവിടെ എത്താറായിട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. പുറത്ത് കൂടെ തന്നെ ഞങ്ങളൊന്ന് പോയിട്ട് വന്നതാണ്. ഈ പള്ളി നമ്മുടെ ഡെലിവറിക്ക് പോണ വീഡിയോയിലുണ്ട്, നമ്മുടെ കൂറ്റനാട് ശ്രോതാക്കന്മാർ പള്ളി. അവിടെ നമ്മൾ കയറിയിട്ടാണ് അന്ന് പോയിരുന്നത്. ആ പള്ളിയാണ് കേട്ടോ. അപ്പം അങ്ങനെ അലങ്കരിച്ച് ബൾബും ഇതൊക്കെ ഇട്ടപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ പള്ളി കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫ്രണ്ടാണിത് പള്ളിയുടെ
പിന്നെ ഉൾഭാഗമാണ് കേട്ടോ അതാ കാണുന്നത്. അപ്പോൾ ഒരുപാട് ഐറ്റംസും സാധനങ്ങളും ഒക്കെ വന്നിട്ട് എന്തായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം. ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കടന്നു പോയത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.